ഹായ്, ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത് ഉപവാസത്തെ പറ്റിയാണ്. ഉപവാസം ഡയബറ്റീസ് റിവേഴ്സലിന് എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പൂർവികരെല്ലാം ഉപവാസങ്ങളോ വ്രതങ്ങളോ ഒക്കെ കൃത്യമായി എടുത്തിരുന്നവരായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു ജനറേഷൻ ഉപവാസങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള ഉപവാസ രീതികൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതവർക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കാരണം അവർ ആ ഒരു ഫാസ്റ്റിംഗ് ശേഷം കഴിക്കുന്ന ആഹാര രീതി തന്നെയാണ് പ്രശ്നം. ഡയബറ്റീസിനോ മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കോ മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറെ കണ്ട് അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഫാസ്റ്റിങ്ങിന് മുതിരാവുള്ളൂ. ഡയബറ്റീസ് ഉള്ളവർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അവർക്ക് ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവാറുണ്ട്. അത് അവരുടെ ബോഡിയിലുള്ള ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഷുഗർ സ്പൈക്കാണ്. അത് അവർക്ക് ദോഷകരമായി ബാധിക്കില്ല. പക്ഷേ അവർ ഫാസ്റ്റിംഗ് ശേഷം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത ശേഷം മധുരപലഹാരങ്ങൾ കഴിക്കുകയും എണ്ണപലഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ഷുഗർ സ്പൈക്ക് അതുപോലെ തന്നെ നിലനിൽക്കുകയും അവരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് ശേഷം ഒരിക്കലും മധുരപലഹാരങ്ങളോ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ മത്സ്യമാംസങ്ങളോ അങ്ങനെയുള്ള ഹൈ കാലറിയുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. എപ്പോഴും കട്ട് ഫ്രൂട്ട്സ് ആയിട്ടോ ഫ്രൂട്ട് ജ്യൂസസ് ആണെങ്കിൽ മധുരം ചേർക്കാതെയും നാരുകൾ അരിച്ചു മാറ്റാതെയും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവിയിൽ വേവിച്ച പലഹാരങ്ങളോ അല്ലെങ്കിൽ കറി വെച്ച മത്സ്യമാംസങ്ങളോ ഒക്കെ ആ ഒരു സമയത്തെ ആഹാരത്തിന് ഉൾപ്പെടുത്തുക. അധികം ഫാറ്റുള്ള ഹൈ കാലറി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഉപവാസം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയ കാലറി വീണ്ടും തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാലറി കുറഞ്ഞ ന്യൂട്രിയൻസ് ധാരാളമുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ ഈ ഒരു ചൂട് കാലത്ത് ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ഡീഹൈഡ്രേഷനാണ് പ്രാധാന്യം. ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു ഉറക്കം ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനായിട്ട് ഉപവാസം ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ആ ഒരു സമയത്തുണ്ടാവുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ടും ഈ ഒരു ഉപവാസം വളരെയധികം സഹായം ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്കാണെങ്കിലും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഉപവാസം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനും വേണ്ട വിധത്തിൽ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. ഓക്കെ, താങ്ക് യു.